അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നികുതി വർധന എന്ന് പറയുന്നത് ചെറിയ തോതിലല്ല. ഇപ്പോൾ ഈ കോടതി വ്യവഹാരങ്ങൾക്ക് 5 രൂപയിൽ നിന്ന് 250 രൂപയാക്കുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് നികുതി ചുമത്തുക എന്നത് ന്യായീകരിക്കാവുന്നതാണോ? അതിനാദ്യം മറുപടി. ഇതിലിപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത്, സാധാരണക്കാർ കോടതി പോയിട്ട് ഒരു മുൻകൂർ ജാമ്യം കൊടുത്താൽ എന്തിനാ ഈ മുൻകൂർ ജാമ്യം കൊടുക്കണേ? ഒരു നോൺ ബെയിലബിൾ ഒഫൻസിൽ പ്രതിയാകണം. ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത, നിയമപരമായി കിട്ടില്ലാത്ത കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച, അത്തരത്തിൽ ഉള്ള ജാമ്യം കിട്ടാത്ത വകുപ്പിനാണല്ലോ മുൻകൂർ ജാമ്യം കൊടുക്കണേ. ആ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പോകുന്നയാള് സെഷൻസ് കോടതിയിൽ 250 രൂപ ഫീസ് അടക്കണം എന്ന് പറയുന്നത് മഹാ അപരാധമായി പോയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സാധാരണക്കാർ ഇങ്ങനെ നിരന്തരം ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് മുൻകൂർ ജാമ്യത്തിനൊന്നും പോകുന്നില്ല മിസ്റ്റർ ശ്രീ പത്മനാഭൻ. അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ലോ കമ്മീഷൻ റിപ്പോർട്ട് 189ാമത് ലോ കമ്മീഷൻ റിപ്പോർട്ടാണ്. രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് തുല്യമായിട്ടുള്ള കോമ്പൻസേഷൻ നിശ്ചയിക്കണമെന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി ടൈമിലി റിമിഷൻ വേണമെന്നാണ് പറഞ്ഞത്. 20 കൊല്ലമായിട്ട് വർധനവില്ല. ആ 20 കൊല്ലമായിട്ട് വർധനവില്ലാത്തത് ഒരു നോൺ ജാമ്യമില്ലാ വകുപ്പിൽ പ്രതിയായ ഒരാൾ ജാമ്യാപേക്ഷ കൊടുക്കാൻ 250 രൂപ ആ പൈസ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ അയാൾ കുറ്റകൃത്യം ചെയ്യാതിരിക്കും, ആവർത്തിക്കാതിരിക്കും. അതൊക്കെ കൃത്യമായിട്ടുള്ള പഠന വിധേയമായിട്ടാണ് അത് തീരുമാനമെടുത്തിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയാണ്, ഏത് ഉച്ചക്കഞ്ഞി, ഈ ഉച്ചക്കഞ്ഞിയൊക്കെ പോയിട്ട് എത്ര വർഷമായി മിസ്റ്റർ? ഉച്ചയ്ക്ക് നല്ല ചോറും വിഭവസമർത്ഥമായിട്ട് 3-4 കൂട്ടം കറിയും വെച്ചുള്ള സദ്യയാണ്. എന്റെ 2 കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നതാണ്. അല്ല ഞാൻ പറയട്ടെ അല്ല അന്നാ വെച്ച് നുണ പറയാമോ സ്മൃതി? ഇങ്ങനെ നുണ പറയാമോ? കഞ്ഞി പോയിട്ട് എത്ര നാളായി? എൻ്റെ 2 കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കണ. രാവിലെ വലിയ പാത്രമായിട്ട് ആ കുട്ടികൾ പോകുന്നതും എന്താണ് കറി എന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അവിടെ കുടിശ്ശികയുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു കുടിശ്ശികയില്ല. ആ കുടിശ്ശികയൊക്കെ കൃത്യമായിട്ട് അതാത് ഘട്ടങ്ങളിൽ അനുവദിച്ച് ശ്രീ ശിവൻകുട്ടി തന്നെ ദൃശ്യമാധ്യമങ്ങളെ അറിയിക്കുക. ആ കുടിശ്ശിക തീർന്നു. ഞാൻ പറയാം, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ 2391 കോടി രൂപ, സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് 150 കോടി രൂപ, സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് 150 കോടി രൂപ, ഉച്ചക്കഞ്ഞിക്ക് 430 കോടി രൂപ. അപ്പൊ ഇത്തരത്തിൽ പല കാറ്റഗറിയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം അനുവദിച്ചിരിക്കുക. എന്നിട്ട് എടുത്തിട്ട് പറയാം എനിക്ക് തോന്നുന്നു ഇത്ര കുടിശ്ശികയാണ്. ഓരോ മറുപടി പറയാൻ അദ്ദേഹം കൈവെക്കുന്നുണ്ട്. അത് കേട്ട ശേഷം നമുക്ക് തുടരാം. ഷംസുദ്ദീൻ പറഞ്ഞോളൂ. ആയിക്കോട്ടെ. കഞ്ഞി നിർത്തി നല്ല ഊണാണ്. ഉച്ചക്കഞ്ഞി എന്നുള്ള അതെ ഞാൻ പറയട്ടെ, ഉച്ചക്കഞ്ഞി എന്നുള്ള പ്രയോഗം അത് പിന്നെ അരുൺകുമാർ തന്നെ വീണ്ടും രണ്ടാമത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് നമ്മൾ പൊതുവെ ഉച്ചഭക്ഷണത്തിന് ഉച്ചക്കഞ്ഞി എന്നൊരു പ്രയോഗമാണ്. അത് ഉച്ചക്കഞ്ഞി മാറി ചോറായി എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷെ അത് നൽകാത്തതിന്റെ പേരിൽ വലിയ തോതിൽ ആക്ഷേപം പറഞ്ഞ അധ്യാപകരുണ്ട്. നമ്മൾ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 2 ലക്ഷത്തിലധികം രൂപ കൊടുക്കാനുള്ളതുകൊണ്ട് ജോലി രാജിവെച്ചവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു നിലക്ക് പ്രയാസങ്ങൾ രേഖപ്പെടുത്തിയവരുണ്ട്. പല സ്കൂളുകളിലും അത് മുടങ്ങിയിട്ടുണ്ട്. ഹെഡ് മാസ്റ്റർമാരാകണ്ട എന്ന് പറഞ്ഞ ആളുകൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ വെറുതെ ഇതിനൊന്നും വാചാടോപങ്ങൾ കൊണ്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ വെച്ച പണം എന്നതാണ് എന്റെ വാദം. ഇവിടെ 1-ാം തീയതി കൊടുക്കുന്ന ശമ്പളം, 1-ാം തീയതി കൊടുക്കുന്ന ശമ്പളം 3-ാം തീയതി ആയപ്പോ വലിയ തരത്തിൽ ശമ്പള കുടിശ്ശികയായി എന്ന് പറഞ്ഞ് വലിയ സമരം പ്രഖ്യാപിച്ചവരും നിരവധി തവണ ചർച്ച സംഘടിപ്പിച്ചൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. 1-2 ദിവസമൊക്കെ വൈകി, ചിലപ്പോൾ ഒരാഴ്ച വൈകിട്ടുണ്ടാവും. അതുപോലെ ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം കൊടുക്കുന്ന തുകയിൽ അനുവദിക്കുന്ന കാര്യത്തിൽ ഡിലേ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ അതാത് സമയത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്ത് ബഹുദൂരം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പിന്നെ BJPയുടെ പ്രതിനിധി കേന്ദ്ര ബജറ്റ് കണ്ടില്ലേ? ഇപ്പോഴും ഈ കേരളത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ച ഒരു സാഹചര്യം, ഇത്രയും അവഗണിച്ച ഒരു സാഹചര്യം അടുത്ത കാലത്തുണ്ടായോ? ഇപ്പൊ ഇന്ന് ഹൈക്കോടതിയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്താ പറഞ്ഞേ? ആ ചൂരൽമലയിലും മുണ്ടക്കയിലും പുനരധിവാസത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണം. ഇതല്ലല്ലോ ഓഗസ്റ്റ് മാസം 10-ാം തീയതി അവിടെ കൊച്ചു കുട്ടികളെ എടുത്ത് ഉമ്മ വച്ച് റീല് നിർമ്മിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണമെന്നല്ലല്ലോ. മറിച്ച് എല്ലാത്തിനും കേന്ദ്രം കൂടെയുണ്ട്, പുനരധിവാസ പാക്കേജ് ഞാനങ്ങ് ഡൽഹി ചെല്ലുമ്പോൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞല്ലേ പോയത്? അവിടെ വച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും കളക്ടറെയും ഒക്കെ വിളിച്ചിരുന്നു യോഗം നടത്തിയില്ലേ ഓഗസ്റ്റ് മാസം 10-ാം തീയതി? ഓഗസ്റ്റ് 17-ന് വലിയ നിവേദനം തന്നില്ലേ കേരളം? അതിനുശേഷം നവംബറിലും ഡിസംബറിലും ഒക്കെ നിവേദനം തന്നില്ലേ? ഏതെങ്കിലും പരിഗണിച്ചോ? നയാ പൈസ തന്നോ? ചോദിക്കുമ്പോൾ നിങ്ങൾ ഹെലികോപ്റ്ററിന്റെ ബില്ലല്ലേ ഇങ്ങോട്ട് അയച്ചത്? എന്നിട്ട് ഒറ്റ പൈസ തരാതെ ഇപ്പൊ പറയാണ് കേന്ദ്ര ബജറ്റ് കണ്ടോ? ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പൈസ കേന്ദ്രം ഈ ബജറ്റിൽ കൂടുതലായിട്ട് വച്ചോ? ഒരു തൊഴിൽ ദിനം കൂട്ടിയോ? ഈ സംസ്ഥാന ബജറ്റ് എടുത്തു നോക്കിയേ, തൊഴിൽ ദിനം കൂട്ടിയിട്ടുണ്ട്, പൈസയും കൂടുതലായി അലോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
കുടുംബശ്രീ പദ്ധതികളെയും സ്ത്രീ ശാക്തീകരണത്തിനും എത്ര പദ്ധതികളാണ് ഇതിൽ വച്ചിരിക്കുന്നത്. അതുപോലെ കയർ, കശുവണ്ടി, കീറ്റ, പനമ്പ്, അതുപോലെ കൈത്തറി, എല്ലാ പരമ്പരാഗത വ്യവസായ മേഖലയെയും സംരക്ഷിക്കാൻ എത്ര കോടി രൂപയാണ് ഇതിൽ മാറ്റിവെച്ചിരിക്കുന്നത്. അത് കൃത്യമായി നമ്മളൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ. വന്യജീവി ആക്രമണം കേന്ദ്രത്തിന്റെ നിയമമല്ലേ, 3 തവണയല്ലേ BJP ഗവൺമെന്റ് അതിൽ അമെന്റ്മെന്റ് വരുത്തിയത്, നിയമം കൂടുതൽ കർശനമാക്കിയത്. ഇവിടെ അതിനുവേണ്ടി വരെ പണം മാറ്റിവെക്കുകയാണ്. അപ്പോ ഈ ബജറ്റിൽ ഞങ്ങൾ കുറെ കൊടുത്തു, അതെല്ലാം ഇവിടെയാണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് കൊടുക്കാത്തത് എന്ന രൂപത്തിൽ. പിന്നെ എന്താ പറഞ്ഞേ, ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത ആ DA കുടിശ്ശികയുടെ കാര്യത്തിൽ അതെല്ലാം PF-ലേക്കാണ് പോകുന്നത്, അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താണ് ആദ്യ പാരഗ്രാഫിൽ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞത്? ലോക്കിൻ പീരീഡ്, 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് വിഡ്രോ ചെയ്തിരിക്കുന്നു. ആ PF-ലേക്ക് പോയാൽ പണം അപ്പം തന്നെ വിഡ്രോ ചെയ്യാം. അപ്പോൾ 2 ഗഡു വിഡ്രോ ചെയ്യാം. അതുപോലെ 2 ഗഡു കൃത്യമായിട്ട് ശമ്പള വർധനവിന്റെ കുടിശ്ശിക കിട്ടും. 1 ഗഡു ഇപ്പൊ ഏപ്രിലിൽ കിട്ടും. അപ്പോൾ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ UDF-ന്റെ സംഘടനയുടെ നേതാക്കന്മാർ വരെ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇന്ന് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് യോജിച്ചില്ലെങ്കിലും കൂടെ നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പൊ എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്ത ബജറ്റാണ്. ഇതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആ ഘട്ടത്തിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ ഇതിനെ തരണം ചെയ്യുന്നത്. ഇനിയും ചർച്ച നടക്കട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി തുടങ്ങുന്നത്. അതെ എല്ലാം അതെ അതുകൊണ്ടാണല്ലോ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി. ഇന്ന് തന്നെ രാവിലെ ഇന്റർവ്യൂവിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം മാധ്യമങ്ങളടക്കം ഈ ബഡ്ജറ്റിനെ വിലയിരുത്താൻ. നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ നിരവധി കൊടുത്തിട്ട് അത് പാലിക്കാൻ പറ്റാത്ത സാഹചര്യം വരാൻ പാടില്ല. അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത് ചെയ്യണം. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിൽക്കുക ഭരണഘടനാ ബെഞ്ചിൽ. എന്താണ്? കിഫ്ബിക്ക് വരുമാനമില്ല, കിഫ്ബിക്ക് റവന്യൂ ഇൻകം ഇല്ല. അത് പക്ഷേ ഇവിടെ ദേശീയപാത അതോറിറ്റിക്ക് വരുമാനമുണ്ട്. അതുകൊണ്ട് കിഫ്ബിയെയും ദേശീയപാത അതോറിറ്റിയെയും ഒരേപോലെ കാണാൻ പറ്റില്ല. അതിന്റെ വാദം നടക്കുക. അപ്പൊ ഇവിടെ കേരള ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നു, ദേശീയപാത അതോറിറ്റി പ്രവർത്തിക്കുന്നത് കിഫ്ബി പോലെ തന്നെയാണ്, പക്ഷെ അവർക്ക് ഇൻകം ജനറേറ്റർ ആണ്. ആ പുതിയ സാഹചര്യം വരുമ്പോഴാണ് പുതിയ സാഹചര്യം വരുമ്പോൾ എന്ന് പറയുമ്പോൾ അല്ലല്ല, അതൊന്ന് വിശദീകരിക്കണമായിരുന്നു. ഇപ്പോൾ ടോൾ കിഫ്ബി റോഡുകൾക്ക് ടോൾ എന്ന് പറയുമ്പോൾ കിഫ്ബിയിലേക്ക് ആത്യന്തികമായ പണം എത്തുന്നത് ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ്. ഇപ്പോൾ വലിയ റോഡുകൾക്കല്ല, സാധാരണ റോഡുകൾക്കും നികുതി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സാധാരണ ജനങ്ങൾ പോകുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇല്ല, അത്തരത്തിലൊരു ടോൾ എന്നുള്ള ആശയമൊന്നും ഇല്ല. യൂസർ ഫീ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പൊ UDF തന്നെ സമ്മതിക്കുന്നു 35,000 കോടി രൂപയുടെ വികസനം കിഫ്ബി മൂലം കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടന്നു. ഈ ഇന്നലെ മിനിങ്ങാനും ചർച്ചകളിലെല്ലാം കോൺഗ്രസിന്റെ പ്രതിനിധികൾ തന്നെ പറഞ്ഞു. ഇപ്പൊ ബഹുമാനപ്പെട്ട MLA ഉണ്ട്, ആ MLA-യുടെ മണ്ഡലത്തിൽ തന്നെ കിഫ്ബി മൂലം എത്ര വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടാവും? സ്കൂളായിട്ടും ആശുപത്രിയായിട്ടും. MLA പറഞ്ഞില്ല, ഡോക്ടറില്ല, ആയുർവേദ മേഖലയിൽ പ്രശ്നങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരുന്നില്ല, കിഫ്ബി പദ്ധതി പ്രകാരം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു? ഈ എറണാകുളം ആശുപത്രിയിൽ യൂസർ ഫീയും ടോളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടി അരുൺ പറഞ്ഞു തരണം എനിക്ക്. ശരി, നിങ്ങളുടെ ഈ 9 കൊല്ലക്കാലം എല്ലാ വികസന പദ്ധതികളും നിങ്ങൾ കിഫ്ബി വഴിയാണ് നടത്തിയത്. അപ്പൊ എല്ലാ മണ്ഡലത്തിലും നടന്ന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി ഉപയോഗിച്ചാണ്. അതിന് പ്രത്യേകമായി കിഫ്ബി കൊണ്ട് എന്തെല്ലാം നടന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കിഫ്ബി ഇല്ലാത്ത സമയത്തും റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ പണി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് അവസാനമായിട്ട് അന്ന് 405 പാലങ്ങൾ ആ 5 കൊല്ലം കൊണ്ട് അന്നത്തെ PWD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും ആ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം നിങ്ങളെ കാലത്ത് പണമില്ല, അതുകൊണ്ട് കടമെടുത്ത് കിഫ്ബി വഴിയെ നടത്തൂ എന്ന് പറഞ്ഞപ്പോൾ കിഫ്ബി പദ്ധതികളായി. ഇവിടെ നിങ്ങൾ പറഞ്ഞ 35,000 ശരിയല്ല. ഇന്ന് ബഡ്ജറ്റിൽ തന്നെ പറയുന്നത് 28,000 കോടിയാണ് ഇതിനകം കിഫ്ബി വിനിയോഗിച്ചത് എന്നാണ് പറയുന്നത്. 70,000 കോടിയാണ് സമാഹരിക്കാൻ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതിനകം കൊടുത്തത് 28,000 കോടിയാണ്. എത്ര കൊല്ലം കൊണ്ട്? 9 കൊല്ലം കൊണ്ട്. കഴിഞ്ഞ കാല ഗവൺമെന്റുകൾ LDF ആകട്ടെ UDF ആകട്ടെ ഓരോ കൊല്ലവും നടത്തിയ വികസന പദ്ധതികൾ അത് ഡിവൈഡ് ചെയ്ത് നോക്കൂ 9 കൊല്ലമായിട്ട്. അപ്പൊ കിഫ്ബി വലിയൊരു വിപ്ലവം നടത്തി പറയുന്നത് ശരിയല്ല. അതിന്റെ ഭാരം പേറേണ്ടി വരുന്നത് ഈ സ്റ്റേറ്റ് ആണ്. ജനങ്ങളാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.